എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാം അറിഞ്ഞ കാര്യമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ 18 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആശാവർക്കർമാർ സമരം ചെയ്യുകയാണ്. കൂടുതലൊന്നും അവർ ചോദിച്ചില്ല. അവർ ചെയ്ത ജോലിക്കുള്ള ശമ്പളം 7500 രൂപ. PSC അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. എന്ത് ചെയ്തിട്ടാണ്? പിൻവാതിൽ നിയമനം നടത്തുന്നതിനോ? അതിനാണോ അവർക്ക് ഇത്രയും വാരിക്കോരി കൊടുക്കുന്നത്? അതുപോലെ ഡൽഹിയിൽ പോയി ഒരുത്തനിരിക്കുന്നു. അദ്ദേഹത്തിന് എത്രയാണ് വർദ്ധിപ്പിച്ചത്? അങ്ങനെ ആവശ്യമില്ലാത്ത എത്രയോ പണങ്ങൾ നശിപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന പാവം ആശാവർക്കർമാർക്ക് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ പണമില്ലേ? കൊറോണ കാലത്ത് അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താവശ്യത്തിന് വിളിച്ചാലും, ഒരാൾക്ക് അസുഖമുണ്ടായാലും, കിടപ്പ് രോഗികളെ നോക്കാനായാലും എല്ലാം ഓടിയെത്തുന്നത് ആശാവർക്കർമാർ തന്നെ. അവരോട് ഈ ചതി കാണിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുമാത്രം കള്ളത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സർക്കാരിൻ്റെ പൈസ മുടക്കി വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് എത്ര രൂപയാണ് ചിലവാക്കുന്നത്? ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതോ വെറും കുറഞ്ഞ രൂപയുടെ സാധനങ്ങൾ. ഇതിനെല്ലാം പണമുണ്ട്. ജോലി ചെയ്യുന്നവർ കൊടുക്കാൻ പണമില്ല. എന്നിട്ട് അവരെ ആക്ഷേപിക്കുന്നതോ? നമ്മൾ ആശാവർക്കർമാരുടെ സേവനം ലഭിച്ചവർ കൂടുതലും കാണും. നമ്മൾ ഒറ്റക്കെട്ടായി അവർക്കൊപ്പം നിൽക്കണം. ആ സമരത്തെ നമ്മൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത് കൊടുക്കണമെന്നാണ് ഒരപേക്ഷ. ഞാനിത് പറയാൻ ഞാനൊരു രാഷ്ട്രീയ നേതാവോ വല്ല പ്രമുഖനോ ഒന്നുമല്ല. അത് TV യിൽ ന്യൂസ് കണ്ട് അതിൻ്റെ ഒരു സങ്കടം കൊണ്ടങ്ങ് പറയുകയാണ്. ഈ സമരത്തിന് എല്ലാവരും പിന്തുണ നൽകണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.